നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച. ശ്രീ മഹാലക്ഷ്മി ദേവിയോടൊപ്പം പ്രത്യേകമായി വണങ്ങേണ്ട ഒരു ദിവസമാണ് ശുക്രഭഗവാന്റെ ജന്മദിനമായ ശുക്ര ജയന്തി കൂടിയാണ് ആയ ഇന്ന്. അസുരന്മാരുടെ ഗുരുവാണ് ശുക്രഭഗവാൻ. നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം കൂടിയാണ് ശുക്രഭഗവാൻ. ഇന്ന് ശുക്രഹോരയിൽ ശുക്രഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഏതൊരു താന്ത്രികത്തിനും ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. ഇന്ന് ചെയ്യുന്ന ഈ താന്ത്രികങ്ങൾ നമുക്ക് സാമ്പത്തികപരമായ ഉന്നമനത്തിനും, നമ്മൾ ഏത് ആഗ്രഹങ്ങൾ വിചാരിച്ച് നമ്മൾ ഈ ഒരു താന്ത്രികങ്ങൾ ചെയ്യുന്നുണ്ടോ, വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും കൂടി ചെയ്യുന്നുവോ, അത് ഭഗവാൻ നടത്തിത്തരും. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു താന്ത്രികമാണ്. എൻ്റെ വീട്ടിൽ തന്നെയില്ല പഞ്ചസാര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളുത്ത വസ്തുക്കൾ ശുക്രഭഗവാന്റെ നിറമാണ്. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു ചെറിയ ഗ്ലാസ് ബൗൾ, ചെറിയൊരു പാത്രം എടുത്താൽ മതി. അടപ്പുള്ളൊരു പാത്രം എടുക്കണം. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ടതിനു ശേഷം ഏലയ്ക്ക, ഒരു 6 ഏലയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഓരോ ഏലയ്ക്ക ഇടുമ്പോഴും ശുക്രഭഗവാന്റെ മൂലമന്ത്രം ജപിച്ച് വേണം ഇടാൻ. അത് ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ മന്ത്രം ജപിച്ച് ഈ ഏലയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. 6 എണ്ണം വേണം ഇടാൻ. ശുക്രഭഗവാന്റെ നമ്പറായ 6 എണ്ണം ഇട്ട് കൊടുക്കണം. ഏലക്ക എന്ന് പറയുന്നതും അറിയാമല്ലോ, മഹാലക്ഷ്മി വാസം കുടികൊള്ളുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയാകുമ്പോൾ നിങ്ങളുടെ നടന്നു കിട്ടുവാനായിട്ട് സാധിക്കുന്നതാണ്. മന്ത്രം ഓം ദ്രാം ദ്രീം ദ്രൗ സഹ ശുക്രായ നമഃ. ഇത് മുഴുവനായിട്ട് ജപിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓം ശുക്രായ നമഃ എന്ന് മാത്രം വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. ഈ ഒരു താന്ത്രികം ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ചെയ്യാവുന്നതാണ്. എങ്കിലും ശുക്രഹോരയായ 8 മുതൽ 9 മണി വരെയുള്ള സമയം വളരെ നല്ലതാണ്. ഇനി ഇത് ഇന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലാത്തവർക്ക് ഏത് വെള്ളിയാഴ്ച വേണമെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒരു 6 മാസത്തോളം പൂജാമുറിയിൽ തന്നെ ഇത് സൂക്ഷിക്കാവുന്നതാണ്. 6 മാസത്തിന് ശേഷം ഇത് ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് നിക്ഷേപിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് എളിമയായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു താന്ത്രികമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പഞ്ചസാര നിറച്ച് വെച്ചിരിക്കുന്ന ജാറിൽ, ഗ്ലാസ് ജാറ് പോലുള്ള ജാറിൽ ഒരു പട്ടയുടെ കഷ്ണം, ഒരു സിനമൺ സ്റ്റിക്ക്, ചെറിയൊരു കഷ്ണം ആ പഞ്ചസാരയുടെ ഉള്ളിലേക്ക് ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ വെക്കുക. ഈ ഒരു ജാറ് നിങ്ങൾക്ക് അടുക്കളയിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഈ 2 താന്ത്രികവും നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ചെയ്തു നോക്കൂ. അതിന് 100% ഫലം ലഭിക്കുന്നതാണ്.